നമ്മുടെ ചെറുപ്പകാലത്തുണ്ടാക്കിയ കുറേ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മൾ ഇപ്പോഴും വിടാതെ പിന്തുടർന്നുണ്ടായിരിക്കില്ലേ? എല്ലാവർക്കും തന്നെ കാണും. നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടായിരിക്കും. പലരും നമ്മളോട് ചെയ്ത വാക്കുകൾ, ചെയ്ത പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച വേദനകൾ, നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത വിഷമങ്ങൾ ഒത്തിരി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടായിരിക്കും. പക്ഷെ നമുക്കതിനൊരു സാഹചര്യം, നമ്മളെ കേൾക്കാൻ ആരുമില്ലാത്തൊരു സാഹചര്യം, നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മളത് ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കും. നമുക്ക് അതൊരിക്കലും എന്നാ പറയണേ, അതിൽ നിന്ന് നമുക്കൊരു മോചനമില്ലാതെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമായിരിക്കും. ഏതെങ്കിലും ഒരു അവസരത്തിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോഴോ, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴോ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന സമയത്തോ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെ കാണുന്ന ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ ഈ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അവർ പെട്ടെന്ന് ആ ഓർമ്മയിലേക്ക് പോകും. അത് നമുക്ക് ഒരിക്കലും എന്നാ പറയണേ, പരിപൂർണമായിട്ട് തേച്ച് മാച്ച് കളയാൻ സാധിക്കുകയില്ല. എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അങ്ങനെ ജീവിതത്തിൽ വിഷമങ്ങൾ ഇല്ല എന്ന് പറയുന്നവർ അത് വെറുതെ പറയുന്നതാണ്. എല്ലാവരെയും കൊച്ചും വലുതുമായിട്ടുള്ള വിഷമങ്ങളിലൂടെയാണ് എല്ലാ മനുഷ്യരും കടന്നു പോകുന്നത്. വിഷമങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ വിഷമങ്ങൾ ഏതെങ്കിലും രീതി ഹീൽ ചെയ്താൽ മാത്രമേ അവൻ അതിൽ നിന്ന് പുറത്തു പോകുള്ളൂ. എങ്കിലും ഏതെങ്കിലും അതിനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആ വിഷമം വന്നിരിക്കും. ആ ചിന്തകൾ, ആ ഓർമ്മകൾ അത് നമ്മളെ ഉള്ളിൻ്റെ വേദനിപ്പിക്കുന്നതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതിൽ കൂടുതൽ നമ്മുടെ ഉള്ളിൽ വിഷമങ്ങളും വന്നിട്ടുണ്ടായിരിക്കാം. ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ഈ വിഷമങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ അതിനെ മാക്സിമം ഇഗ്നോർ ചെയ്യുക. നമ്മൾക്ക് പറ്റും പോലെ ആ സ്ഥാനത്തേക്ക് സന്തോഷം നമ്മൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ചൊക്കെ നമുക്കൊരാശ്വാസം കിട്ടും. അനുഭവത്തിൽ കൂടെ പറഞ്ഞു തരുന്നതാണ്. നമുക്ക് ഒത്തിരി വിഷമങ്ങൾ വന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കാം. നമ്മളെ ആരും സഹായിക്കാത്ത സാഹചര്യങ്ങളുണ്ടായിരിക്കാം, നമ്മളെ ആരും കേൾക്കാത്ത സാഹചര്യങ്ങളുണ്ടായിരിക്കാം, നമ്മളെ ആരും പരിഗണിക്കാത്ത സാഹചര്യങ്ങളുണ്ടായിരിക്കാം, എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട സാഹചര്യങ്ങളുണ്ടായിരിക്കാം. ഇല്ലേ? ഈ സമയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാക്കിയ സന്ദർഭങ്ങളായിരിക്കാം. പക്ഷെ നമ്മൾ ഇന്നിപ്പോൾ നല്ല നിലയിലെത്തി, നമ്മൾ നല്ല നിലയിൽ ജീവിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വിഷമങ്ങൾ പലപ്പോഴും കടന്നു വരാറുണ്ട്. ഇല്ലേ? എനിക്കുണ്ട്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഈ ജീവിതത്തിൽ നമ്മുടെ മനസ്സിലെ വേദനയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരാറുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറുക. നമുക്ക് ഏതെങ്കിലും ആ പ്രദേശങ്ങളോ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളോ ആണ് നമ്മളെ വേദനിപ്പിക്കുന്നത്, അവിടുന്ന് നമ്മൾ മാറിയേക്കുക. വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവുക. അവിടെ ചെന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും അവിടെ പുതിയ കൂട്ടുകെട്ടുകളും അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങളും ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അത് മാറിപ്പോകാൻ നമുക്ക് സാധ്യത കൂടുതലാണ്. നമ്മുടെ വിഷമങ്ങളിലേക്ക് നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. കുറേ ഫില്ല് ചെയ്യുക. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആശ്വാസം കിട്ടും. അല്ലാതെ നമ്മളെ ഹീൽ ചെയ്യാൻ നമുക്ക് മാത്രമേ കഴിയുള്ളൂ, അല്ലാണ്ട് വേറെ ആർക്കും കഴിയില്ല. മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും സന്തോഷവാന്മാർ, നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് നടക്കുന്നു. അവർക്ക് എന്നാ പ്രശ്നമായിരിക്കണേ? അവർക്ക് പൈസയില്ലേ, പണമില്ലേ, അവർ സന്തോഷവാന്മാരല്ലേ, ജോലിയില്ലേ, അവർക്ക് എന്തിൻ്റെ കുറവാണ്, അവർക്കൊരു കുഴപ്പമില്ല, ഞങ്ങളെപ്പോലെ അല്ലല്ലോ അവർ എന്നിങ്ങനെ പറയും. പക്ഷെ എത്ര വലിയവനാണേലും എത്ര ചെറിയവനാണേലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ കാണും. അപ്പോൾ ഈ വിഷമങ്ങൾ നമുക്ക് പലരോടും പറയാൻ സാധിച്ചു എന്ന് വരില്ല. ഇല്ലേ? നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും, നമ്മുടെ ചിന്തകളിലുണ്ടായിരിക്കാം. കഴിഞ്ഞു പോയതിനെ ഓർത്ത് നമ്മൾ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. കഴിഞ്ഞു പോയത് കഴിഞ്ഞു, വരാനുള്ളതിനെ ഓർത്തിട്ടും ജീവിച്ചിട്ട് കാര്യമില്ല. ഈ നിമിഷമാണ് നമ്മൾ ജീവിക്കണം. ഈ നിമിഷമാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ നിമിഷത്തിലാണ് ഞാൻ ജീവിച്ചാലേ എനിക്ക് പ്രയോജനമുള്ളൂ. കഴിഞ്ഞ ജീവിതത്തിൽ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, കഴിഞ്ഞ് ഓർത്തുകൊണ്ടിരുന്നിട്ടും എനിക്ക് പ്രയോജനമില്ല. അതെൻ്റെ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാക്കുമെന്നേ ഉള്ളൂ എന്നും എനിക്കറിയാം. പക്ഷേ എങ്കിലും ഈ നിമിഷം ഞാൻ ജീവിക്കാണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ നിമിഷം ഞാൻ എന്തൊക്കെ സാധിക്കുന്നുവോ അതാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. നമ്മുടെ ആരുടെയും കൈപിടിയിലുള്ള അടുത്ത നിമിഷം. ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട് നമുക്കൊരു പ്രയോജനമില്ല. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ ഈ വിഷമങ്ങളുടെ ഭണ്ഡാരവും പേറി, നമ്മൾ കേട്ടിട്ടില്ലേ, കരയിലൊരു തോണി തുഴയും പോലെയാണ് നമ്മൾ. അത് മുന്നോട്ട് ഇങ്ങനെ പോവില്ല, നമ്മളിങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ആ ദുഃഖമാകുന്ന ഭണ്ഡാരക്കെട്ടും ആ തോണിക്കകത്ത് വെച്ച് നമ്മളിങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമുക്കതിൽ നിന്ന് കരകയറാൻ സാധിക്കില്ല. നമ്മളും മറക്കുക. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ പരമാവധി മാക്സിമം ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുക.
അതിന് പോയത് പോയി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അത് നമ്മുടെ ജീവിതത്തെ നമ്മളെ നല്ല ഓർമ്മകളിലേക്ക് വന്ന് നിറയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കുറേ നാൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യും, നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പോയിക്കോളും. അത് യോഗയിലും അല്ലെങ്കിൽ എന്നാ മെഡിറ്റേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള വിഷമമുള്ളവരുടെ ആ വിഷമങ്ങളെ തേച്ച് മാച്ച് കളയുക. നമുക്ക് ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രേമ നൈരാശ്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തലുകൾ വന്നിട്ടുണ്ടായിരിക്കാം, കുടുംബക്കാർ നമ്മളെ എന്നാ പറയണേ വെറുത്തിട്ടുണ്ടായിരിക്കാം, കുടുംബക്കാർ നമ്മളെ അകത്തിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ശരിക്കും പരിഹാസ്യരായിട്ടുണ്ടായിരിക്കാം, നമ്മളെ ആരും അംഗീകരിച്ചിട്ടില്ലായിരിക്കാം, നമുക്ക് എന്തെങ്കിലും ചീത്തപ്പേരുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നോ, ഭർത്താവ് നമ്മളെ അംഗീകരിക്കത്തില്ല, ഭാര്യ നമ്മളെ അംഗീകരിക്കുന്നില്ല, നമുക്ക് ഒത്തിരി വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും നമ്മൾ അതിനെയൊക്കെ അങ്ങ് മറക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ അതിലേക്ക് പോവാതിരിക്കുക. അത് നമ്മൾ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയുള്ള ജീവിതം ആണ് എൻ്റെ മുന്നിലുള്ളത്. ഇനി ഞാൻ നന്നായിട്ട് ജീവിക്കണം. എനിക്ക് ജീവിച്ചാലേ ഇനിയുള്ള ഈ കൊച്ചു ജീവിതം മുന്നോട്ട് ഇനി കുറച്ച് കാലമേ ഉള്ളൂ. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല. അപ്പം നന്നായിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാതെ മറ്റുള്ളവരെ കാണിച്ചിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വിഷമിച്ചിട്ടോ മറ്റുള്ള കാര്യങ്ങൾ ഓർത്തിട്ടോ നമുക്ക് തിരിച്ചു കിട്ടാത്ത കാര്യങ്ങളെ ചിന്തിച്ചിട്ടോ നമുക്ക് ഒരു കാര്യവുമില്ല. ആരും നമ്മൾ സഹായിക്കില്ല. നമുക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്കേ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് വേറൊരാൾക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഞാൻ ഇപ്പം ഇരുന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ ഞാൻ അതിനെ ഈ നിമിഷം ഞാൻ എൻ്റെ ഇത് കേൾക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഈ സമയം മറക്കാൻ ശ്രമിക്കുക. അവിടെ സന്തോഷം കൊണ്ട് നിറയ്ക്കുക. എനിക്കിപ്പോൾ തന്നേക്കണ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയുക. നന്ദി പറഞ്ഞു നോക്കിയേ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാകും. നന്ദിയാണ് ജീവിതത്തിൽ വേണ്ടത്. എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള ആ ദുഃഖങ്ങളെ ഇനിയിപ്പോൾ ഞാൻ അതൊന്നും ഓർത്തിട്ട് കാര്യമില്ല എന്നോർത്തുണ്ടെ അതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. എൻ്റെ ജീവിതത്തെ അതൊന്നും ബാധിക്കുന്നതല്ല. ഞാനിങ്ങനെ ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഉപദേശിക്കാനോ ഒന്നും അർഹതപ്പെട്ട, പക്ഷേ ജീവിതത്തിൽ വരുന്ന പല പ്രതിസന്ധികളെയും ഞാൻ നേരിട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നതാണ് അധികം പ്രശ്നങ്ങൾക്ക് കാരണം, പല അസുഖങ്ങൾക്കും കാരണം. സ്ട്രെസ് മുതലായ രോഗങ്ങളുണ്ടാകണം മുഴുവൻ നമ്മുടെ ചിന്തകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മളെന്തിനാണ് ചുമ്മാ രോഗികളായിത്തീരുന്നത്? നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടുന്നത്? ഈ ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ചുമ്മാ ചിന്തിച്ചു കൂട്ടി നമ്മൾ വിഷമിക്കാമെന്ന് മാത്രമല്ലേ ഉള്ളൂ. ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. അപ്പം നമ്മൾ അതിനെയൊക്കെ മറന്നിട്ട് ഇപ്പോഴുള്ള സന്തോഷത്തിൽ നമ്മൾ ജീവിക്കുക. നല്ല ഭക്ഷണം കഴിക്കുക, നല്ല പ്രോട്ടീൻ, വിറ്റാമിൻ, മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ, ധാരാളം വെള്ളം കുടിക്കുക, എന്തൊക്കെ രീതിയിൽ സന്തോഷിക്കാൻ പറ്റുമോ അതൊക്കെ സന്തോഷിക്കുക. ഈ കൊച്ചു ജീവിതം നമ്മൾ ആസ്വദിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു. എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. ആരും ഇതിനൊന്നും അതീതരായിട്ട് ഈ ലോകത്തിലേക്ക് വന്നിട്ടില്ല. എല്ലാവർക്കും ഉണ്ട് ദുഃഖങ്ങൾ, എല്ലാവർക്കും പ്രശ്നങ്ങളും ഉണ്ട്, പല രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം നമ്മൾ എന്നാ പറയണേ തട്ടിമാറ്റി കളഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ചുറ്റുവട്ടം നമുക്ക് എപ്പോഴും സപ്പോർട്ടുണ്ടെന്ന് ഓർത്തും നമ്മൾ ആരും ഇരിക്കേണ്ട. നമ്മുടെ ചുറ്റുവട്ടം എല്ലാവർക്കും ഒന്നും സപ്പോർട്ടായിരിക്കില്ല. നമ്മുടെ ചുറ്റുവട്ടത്തിൽ പലതും നടക്കും. ആ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറുക. നമ്മുടെ ചുറ്റുവട്ടത്താണ് നമുക്ക് പ്രശ്നങ്ങൾ, നമ്മുടെ മനസ്സിന് അവിടെ ആ സ്ഥലം കാണുമ്പോഴാണ്, അല്ലെങ്കിൽ ആ വ്യക്തികളെ കാണുമ്പോഴാണ്, അല്ലെങ്കിൽ അവരെൻ്റെ അടുത്ത് വരുമ്പോഴാണ് എനിക്ക് പ്രശ്നമെങ്കിൽ നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് മാറാൻ ശ്രമിക്കുക. അതെന്ത് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മൾ അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ മാറും. വേറൊരു സാഹചര്യം, വേറൊരു സ്ഥലം, വേറെ ആൾക്കാരെ ഒക്കെ കാണുമ്പോഴത്തേനും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരും. അങ്ങനെ നമ്മൾ മാറാൻ ശ്രമിക്കുക. അവിടെ പോയി നമ്മൾ മനസ്സിന് ശാന്തിയും സമാധാനമുണ്ട്. കുറച്ച് നാൾ നമ്മൾ മനസ്സിനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സത് മാറി വരും. സ്വാഭാവികമായിട്ടും മാറി വരും. നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറി വരും. അല്ലാതെ നമ്മൾ ഈ ദുഃഖത്തിലിങ്ങനെ എപ്പോഴും നമ്മുടെ ജീവിതം മുഴുവൻ കളഞ്ഞു കുളിക്കാതെ നമ്മളിരിക്കുക. മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു എന്ന് ഓർത്തിട്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല. മറ്റുള്ളവരെന്തും വിചാരിച്ചോട്ടെ, നമ്മുടെ ബാധിക്കുന്ന കേസല്ല. നമുക്കുണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കുള്ളൂ. നമ്മുടെ വീട്ടിലുണ്ടെങ്കിലല്ലേ നമുക്കുള്ളൂ. അല്ലാണ്ട് നമ്മുടെ വീട്ടിൽ ആർക്കൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രയോജനം ഇല്ലല്ലോ. അപ്പം നമ്മളിലേക്ക് തന്നെ ചിന്തിക്കുക. ഞാനീ കാണിക്കുന്ന പൊട്ടത്തരമാണ്, ഞാൻ ജീവിക്കണം, എന്തിന് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചെൻ്റെ ജീവിതം കളയണം, മറ്റുള്ളവരല്ലോ എൻ്റെ ജീവിതം നോക്കേണ്ടത് എന്ന് ചിന്തിക്കുക. ചുറ്റുപാടുകൾക്കൊന്നും ഒരു വിലയും കൊടുക്കണ്ട. നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ നമ്മുടെ മനസ്സിനെ സന്തോഷം, എല്ലാ ചിന്തകളെയും ഇങ്ങനെ മാക്സിമം നമ്മളിൽ നിന്ന് കളഞ്ഞ് നമ്മുടെ മനസ്സിനെ കഴുകി ശുദ്ധമാക്കുക. അപ്പോൾ നമ്മുടെ വെറുപ്പും വിദ്വേഷവും ഒന്നും നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക.
നമ്മുടെ മനസ്സ് ശുദ്ധമാണോ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി വന്ന് നിറഞ്ഞിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. ശുദ്ധമായ മനസ്സുള്ളിടത്തേക്ക് പോസിറ്റീവ് എനർജി വരും. അത് നമ്മുടെ മനസ്സിലേക്ക് ശുദ്ധമാകുക. ആരെയും ദൂഷിക്കാണ്ടിരിക്കുക, ആരെയും കുറ്റം പറയാതിരിക്കുക, എല്ലാവരിലും നന്മകൾ കാണുക. എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ നന്മകളുണ്ടായിരിക്കും, അത് മാത്രം കാണുക. കുറ്റം പറയണവരൊന്നും നമ്മൾ കേൾക്കാൻ പോലും നിൽക്കാതിരിക്കുക. നമ്മൾ നമ്മുടെ സൈഡ് പറ്റി നമ്മൾ പോന്നേക്കുക. ഇങ്ങനെയൊക്കെയൊക്കെ ഒന്ന് ജീവിച്ച് നോക്കിയേ. നമ്മുടെ ദുഃഖങ്ങളും എല്ലാവരോടും ഒന്ന് ക്ഷമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ ഒത്തിരി മാറ്റങ്ങൾ വരുമെന്നേ. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഓക്കേ.